മോഡുലസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഫൈനസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ക്യൂമുലേറ്റീവ് പെർസെന്റേജ് റീറ്റെയിൻഡ് ബൈ 100. എഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ D10 ആണ്. ഒരു ഗ്രാഫിൽ നിന്ന് D10 കിട്ടിയതാണ് എഫക്റ്റീവ് സൈസ്. കോയിഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഷാമിലെ എന്ന് പറഞ്ഞേ? എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി? പറടാ ഷാമിൽ, ഈ പോയോ ഷാമിലെ? പറ, കോയിഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് മൂന്നാമത്തത് D60/D10. ഓക്കെ, D60/D10. ഓക്കെ, കോയിഫിഷ്യന്റ് ഓഫ് കർവേച്ചറോ? CC D30² ഓക്കെ, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് സീവ് അനാലിസിസിൽ ഒരു മെയിൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി, കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കാൻ, ആൻസർ നോക്കട്ടോ. സം ഓഫ് കുമുലേറ്റീവ് പെർസെന്റേജ് റീറ്റെയിൻഡ് ഇൻ എ സോയിൽ ഈസ് 400. ഓക്കെ, ഒരു സോയിലിലെ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് റീറ്റെയിൻ ചെയ്ത് 400 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനസ് മോഡുലസ് എത്രയാണ്? ഓക്കെ, ഫൈനസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ നോക്കുക. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. ഫൈനസ് മോഡുലസ് പറഞ്ഞാൽ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് റീറ്റെയിൻ ഡിവൈഡ് ബൈ 100 ആണ് അല്ലെ. അപ്പൊ ഇവിടെ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് തന്നിരിക്കുന്നത് 400 ആണ്. അപ്പൊ 400 ഡിവൈഡഡ് ബൈ 100 അല്ലെ, അങ്ങനെയാണ് ആ 4 എന്ന് വന്നത്. അപ്പൊ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് റീറ്റെയിൻഡും അതിന് ഫൈനസ് മോഡുലസ് കണ്ടുപിടിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് ചെയ്യണം, എല്ലാവരും ചെയ്യാം. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെ കിട്ടി നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഓക്കെ, കേൾക്കുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. CU ആൻഡ് CC ഓഫ് എ സോയിൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും തന്നിട്ടുണ്ട്. 4ഉം 1ഉം ആണ്. അതായത് CU വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിയുടെ വാല്യൂ 4 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ CC എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, D30/D10 എന്ന റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഒന്ന് വേഗം എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. ഞാനൊന്ന് വേണമെങ്കിൽ തുടങ്ങിത്തരാം. നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കിയേ വേണ്ട, കേട്ടാൽ എനിക്ക് കാര്യം മനസ്സിലാവും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, CUന്റെ ഇക്വേഷൻ എഴുതുക. CUന്റെ ഇക്വേഷൻ എന്താണ്? ആരെങ്കിലും ഒന്ന് വായിക്കണമെങ്കിൽ പറഞ്ഞ CUന്റെ ഇക്വേഷന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആരാ പറയാ? സഫ്വാൻ ഒന്ന് വായിക്കണമെങ്കിൽ. സഫ്വാന് ചായ അടിക്കാൻ പോയാ? സഫ്വാൻ എവിടെ ചങ്ങായി? ഓൻ നമുക്ക് സ്കെച്ച് ചെയ്തൊക്കെ അവിടെ നിൽക്കട്ടെ, കമ്മിട്ടൊന്നുമില്ല. ഷഹാന ഷഫ്രീൻ ഷഹാന എവിടെയോടൂ? ഷഹാനേ, അതും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുമ്പോ മിണ്ടാതിരിക്കണമെന്നും അല്ല. നിങ്ങള് സഹല AP നോക്കിക്കോണെങ്കിൽ. സഹല പറ, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിന്റെ ഇക്വേഷൻ? D60/D10. ഓക്കെ, അപ്പൊ മൈക്ക് ഓഫ് ചെയ്തോളൂ. D60/D10 എന്ന് പറയുന്നതാണ് CU. അതിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 4 ആണ്. ഓക്കെ, എല്ലാവരും അത് നോട്ടിൽ നോട്ട് ചെയ്യാം. അടുത്ത് തന്നിരിക്കുന്നത് CC ആണ്. CCന്റെ വാല്യൂ 1 ആണ്. പക്ഷെ CC എന്ന് പറഞ്ഞാൽ D30² ഡിവൈഡഡ് ബൈ D60 × D10. ഇതാണ് CC, അതിന്റെ വാല്യൂ 1 ഇങ്ങനെ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാര്യം ചെയ്യൂ, ഇത് തമ്മിൽ ഒന്ന് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് സാധനം കിട്ടും. ഒന്നങ്ങ് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഒന്ന് ചെയ്തേ. എന്നിട്ട് ആർക്കെങ്കിലും
ആരും കിട്ടിയില്ല? ഒന്നൊന്ന് ചിന്തിക്കുക, കാരണം ഇതൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളതൊന്ന് മൾട്ടിപ്ലൈ കേട്ടോ. സി യു ഇൻറ്റു സി സി ചെയ്ത് നോക്കൂ. സി യു ഇൻറ്റു എല്ലാവരും ചെയ്ത് നോക്കൂ. സി യു ഇൻറ്റു സി സി ചെയ്താൽ എന്താ കിട്ടുക? ഞങ്ങളുടെ മുകളിൽ എഴുതുന്നുണ്ട്. അപ്പൊ എന്താ പറയുക? D60 എല്ലാവരും കേൾക്കണേ. D60 ഡിവൈഡഡ് ബൈ D10 ഇൻറ്റു D30 സ്ക്വയർ ഡിവൈഡഡ് ബൈ D60 ഇൻറ്റു D10 എന്ന് വരും. ഓക്കെ, ഇതിലെ D60 രണ്ടും കട്ടായി പോകും. അപ്പൊ നമുക്കത് ഉണ്ടാവുക എന്തുണ്ടാവും? അത് ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 1 എന്ന് വരും കേട്ടോ. 4 into 1 4 എന്ന് വരും. ഇത് D60 കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ കിട്ടുക D13 സ്ക്വയർ. D13 സ്ക്വയർ ഡിവൈഡഡ് ബൈ D10 സ്ക്വയർ എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്ക് വേണ്ടത് D30 ബൈ D10 ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അല്ലെ. അപ്പൊ ഇതിന്റെ റൂട്ട് എടുത്താൽ D30 ഡിവൈഡഡ് ബൈ D10 is equal to 4ന്റെ റൂട്ട് 2 എന്ന് വരും. മക്കളെ കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ഓർണ പറഞ്ഞേ. ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. യെസ് യെസ്. ഓക്കെ 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 യാ ഓക്കെ ഗുഡ്. ഓക്കെ, ഇനി ഇതിലെ മേലത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. സാൻഡ് ഈസ് സെറ്റ് ടു ബി വെൽ ഗ്രേഡഡ്. നമ്മൾ പറഞ്ഞിരുന്നു വെൽ ഗ്രേഡഡ് സോയിലും യൂണിഫോംലി ഗ്രേഡഡ് സോയിലും ആവുമ്പോൾ സിയുവിന്റെയും സിസിന്റെയും വാല്യൂ. ഓക്കെ, ഇതിൽ പറഞ്ഞത് സാൻഡി സോയിലാണ്, സാൻഡാണ്. സാൻഡ് വെൽ ഗ്രേഡഡ് ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ നമുക്കറിയാം. സിയുവിന്റെ വാല്യൂ 6ൽ കൂടുതലാവുമ്പോഴാണ് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതേപോലെ വെൽ ഗ്രേഡ് സോയിൽ സിസിന്റെ വാല്യൂ 1 to 3 ആണ്, 1ന്റെയും 3ന്റെയും ഇടക്കാണ്. അത് കൊടുത്തു വയ്ക്കാം. പിന്നെ D10 എന്ന് പറഞ്ഞാൽ 10% ഓഫ് സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, യെസ്. സോ നമ്മള് ഗ്രേഡിങ് നമ്മൾ പറഞ്ഞതാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, കേൾക്കുക. കേട്ടുകൊണ്ടിരിക്കും അറിയില്ലേ? യെസ്. അപ്പോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സെഡിമെന്റേഷൻ അനാലിസിസ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സോയിലിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് സീവ് അനാലിസിസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് വലിയ സോയിലുകൾക്കാണ്, എന്ന് വെച്ചാൽ ഡയമീറ്റർ 0.075 അതിൽ കൂടുതലോ ആണെങ്കിലാണ്. എന്നാൽ ചെറിയ സോയിൽ, ഫൈൻ ഗ്രൈൻഡ് സോയിൽ, പാർട്ടിക്കിൾ സൈസ് ചെറിയതാണെങ്കിൽ ക്ലേ പോലുള്ള സോയിലുകൾക്ക് സീവ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്, സെഡിമെന്റേഷൻ അനാലിസിസ്. ഇത് ഫൈൻ ഗ്രൈൻഡ് സോയിലിനാണ്, ഡയമീറ്റർ 0.075 mm താഴെയുള്ള സോയിലുകൾക്കാണ്. ഓക്കെ, സെഡിമെന്റേഷൻ അനാലിസിസ്. എല്ലാവരും ആ പേരൊന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. സെഡിമെന്റേഷൻ അനാലിസിസ് എന്നുള്ള പേരൊന്ന് ടൈപ്പ് ചെയ്യും. ഈ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ചാറ്റ് ബോക്സിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസിസ് ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞാലും മതി. സ്ക്രീനിലേക്ക് അധികം നോക്കണ്ട, കണ്ണു നോക്കി. സെഡിമെന്റേഷൻ അനാലിസിസ്. ഓക്കെ, സെഡിമെന്റേഷൻ അനാലിസിസ്. ഗുഡ് ഗുഡ്. പോട്ടെ. യെസ്, സെഡിമെന്റേഷൻ അനാലിസിസ്. ഓക്കെ, ഇത് ഈ പേരൊക്കെ ഇങ്ങനെ വലുതാന്ന് പറയുമ്പോൾ നമ്മള് സ്ഥിരം നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം. ഓക്കെ, അത് അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ടാണ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു 75 മൈക്രോൺ അല്ലെങ്കിൽ 0.075 മൈക്രോണിനേക്കാളും താഴെ ഫൈനർ ആണെങ്കിലാണ് ഇത് ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ഇത് സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കും. ആൻഡ് ഈ ഒരു അനാലിസിസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. സ്റ്റോക്സിന്റെ ഒരു ലോ ഉണ്ട്, ആ ലോന്റെ ബേസിലാണ് ഈ അനാലിസിസ് ചെയ്യുന്നത്. സ്റ്റോക്സ് ലോ കേട്ടോ. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ സ്റ്റോക്സ് ലോ, അല്ലെങ്കിൽ മൈക്കോൺ ആക്കി പറയും. ഒരു കാര്യം, എല്ലാവരും ഒരുമിച്ച് മൈക്കോൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒരുമിച്ച് മൈക്കോൺ ആക്കും. ഞാൻ റെഡി എന്ന് പറയുമ്പോ ഒന്ന് സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാല്ലേ എത്ര പേര് റെഡിയാണ്. എല്ലാവരും മൈക്കോൺ ആക്കും. എല്ലാവരും മൈക്കോൺ ആക്കും. ചുമ്മാ ഒരു രസം. എല്ലാവരും മൈക്കോൺ ആക്കും. എല്ലാവരും ഓണാക്കും.
ഞാൻ പറയുമ്പോ റെഡി എന്ന് പറയുമ്പോ പറഞ്ഞേ. റെഡി. സ്റ്റോക്സ് ലോ. Stokes law. ശ്രീരാജ് വല്ല മന്ത്രം ചെല്ലുന്നുണ്ടോ? ശരി ശരി, ഓക്കെ, താങ്ക് യു. ഗുഡ് ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോട്ടോ. ഇടക്ക് നിങ്ങൾ എങ്ങനെയുള്ള ആക്ഷൻസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഉഷാറാവുള്ളൂ. ഓക്കെ, അപ്പോ ശ്രീരാജ്, ഓക്കെ ഓക്കെ. സെഡിമെന്റേഷൻ അനാലിസിസ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോന്റെ ബേസിലാണ്. സ്റ്റോക്സ് ലോ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റോക്സ് ലോ എന്താണെന്ന് അറിയാം. ഓക്കെ, സ്റ്റോക്സ് ലോ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടോളൂ കേട്ടോ. ഞാൻ പറയുന്ന കാര്യം കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിക്കാം. നിങ്ങളൊരു പാത്രത്തിനകത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചു. ഒരു 3/4 ആ ബക്കറ്റിൽ വെള്ളമുണ്ട് കേട്ടോ. മനസ്സിലിങ്ങനെ സങ്കല്പിച്ചോളൂ. ഒരു ബക്കറ്റിൽ 3/4 വെള്ളമുണ്ട്, സാധാ പച്ചവെള്ളം, സാധാരണ വെള്ളം. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ മണ്ണ്, സോയിൽ കലക്കാണ്. സോയിൽ നന്നായിട്ട് അതിൽ കലക്കി വെച്ചു. ചളിയായി അല്ലെ, ചളിവെള്ളമായി. സോയിൽ നന്നായിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കലക്കി വെച്ചു. കലക്കി വെച്ചതിന് ശേഷം ആ ബക്കറ്റ് ഒരു സ്ഥലത്തോടെ വെച്ചു നമ്മൾ. പിന്നെ ഒന്നും നമ്മളതിനെ തൊടാനൊന്നും പോയില്ല, അതിൽ ചളിവെള്ളമുണ്ട്. ഓക്കെ, ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ എന്താണ് ആ സോയിലിന് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് ആ വെള്ളത്തിന് സംഭവിക്കുക? ജാവിദ ഒന്ന് മൈക്കോണാക്കിയ. മുഹമ്മദ് ജാവിദ് ഓടിക്കും. ജാവിദേ, ആ പറ, എന്താണ് ആ വെള്ളത്തിന് സംഭവിക്കുക, എന്താണ് ആ സോയിലിന് സംഭവിക്കുക? ഞാൻ പറഞ്ഞു കേട്ട മോനെ, ഒന്നും പറയണോ? ഓക്കെ, ഞാൻ പറഞ്ഞതാണ്, ശ്രദ്ധിച്ചോളൂ. ഒരു ബക്കറ്റില് നമ്മളൊരു 3/4 വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ വെള്ളം, പച്ചവെള്ളം. ഓക്കെ, അതിലേക്ക് നമ്മൾ സോയിൽ അതിൽ കലക്കാണ്. അപ്പം ആകെ ചളിയിട്ടുണ്ടാവും, ചളിവെള്ളമായി. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ബക്കറ്റ് അവിടെ വെച്ച് ഒരു സ്ഥലത്തൂടെ വെച്ചിരുന്നു. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കുറെ നേരം അവിടെ വെച്ചിരുന്നു. അങ്ങനെ വെച്ചിരുന്നാൽ എന്താ അതിന് സംഭവിക്കുക? സോയിലൊക്കെ അടിയും. അത്രേ ഉള്ളൂ. സോയിൽ അത് അടിയിലേക്ക് വരും. അത് തന്നെയാണ് ഈ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ്. സോയിൽ സെഡിമെന്റ് ചെയ്യും, താഴേക്ക് സെറ്റിൽ ആവും. അത്രേ ഉള്ളൂ. ജാവിദ മൈക്ക് ഓഫ് ചെയ്തോട്ടോ. താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവും അല്ലെ? വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ ആണ്. നമ്മളൊരു വെള്ളത്തിനകത്ത് നന്നായിട്ട് ചളി കലക്കി, സോയിൽ കലക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് സെല്ലും. നമ്മൾ കുറച്ചധികം സമയം വെച്ചിരുന്നാൽ ആ വെള്ളം നല്ല പ്യൂർ ആയിട്ടുണ്ടാവും, ആ ചളി എല്ലാം താഴെ സെറ്റിൽ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സ്റ്റോക്സ് ലോ പറയുന്നത് നിങ്ങൾ അതുപോലെ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സോയിൽ അല്ലെങ്കിൽ ആ സോയിൽ പാർട്ടിക്കിള് മെല്ലെ താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, സെറ്റിൽ ആവാൻ തുടങ്ങും. ഓക്കെ, സെറ്റിൽ ആവാൻ തുടങ്ങും. ആ സെറ്റിൽ ആവുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. അത് ഫസ്റ്റ് ഇങ്ങനെ പോയി ഒരു ഗ്രാവിറ്റി കാരണം ഭയങ്കര സ്പീഡിൽ പോകും. പിന്നെ അത് ഒരു സ്റ്റഡി വെലോസിറ്റി ആവും. ആ സ്റ്റഡി വെലോസിറ്റി എന്നിനെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. നിങ്ങൾ സിംപ്ലി ഇത്ര ആലോചിച്ചാൽ മതി. ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിങ്ങൾ ഒരു സോയിൽ പാർട്ടിക്കിളിനെ ഇട്ടാൽ ആ സോയിൽ പാർട്ടിക്കിൾ താഴോട്ട് സെറ്റിൽ ആവും. അത് സെറ്റിൽ ആവുന്ന വെലോസിറ്റിന്റെ പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സ്റ്റോക്സ് ലോ പറയുന്നത് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമുണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, വാട്ടർ ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങളൊരു പാർട്ടിക്കിൾ ഇട്ടാൽ, ഒരു സോയിലിന്റെ പാർട്ടിക്കിൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ ഇട്ടാൽ അത് താഴോട്ട് പോകും. അത് താഴോട്ട് സെറ്റിൽ ആവുക ചെയ്യും, നേരെ അടിത്തട്ടിൽ അല്ലെ, അടിയിൽ പോയിട്ട് നിൽക്കും. അത് അങ്ങനെ അടിയിലേക്ക് അത് മൂവ് ചെയ്യുന്ന സ്പീഡ്, അതിന്റെ വെലോസിറ്റിനെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ആ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ ആണ് ടെർമിനൽ വെലോസിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ V is equal to GD square rho W into G minus 1 divided by 18 mu. എല്ലാവരും ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുത്തേ. എല്ലാവരും നിങ്ങളുടെ ബുക്കിനകത്ത് ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കുക. വെലോസിറ്റി V is equal to GD square rho W into G minus 1 divided by 18 mu. ആദ്യം പറഞ്ഞ G എന്ന് പറയുന്നത് സ്മോൾ g ആണ്. രണ്ടാമത് പറഞ്ഞ G എന്ന് പറയുന്നത് ക്യാപിറ്റൽ G ആണ് കേട്ടോ. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം.
velocity v is equal to small g d square rho w into capital G minus 1 divided by 18 mu. ഇതാണ് ഇക്വേഷൻ. ടെർമിനൽ വെലോസിറ്റി. എല്ലാവരും ആ പേരൊന്ന് പറഞ്ഞേ. ടെർമിനൽ വെലോസിറ്റി എന്നുള്ള പേര് നേരത്തെ പോലെ മൈക്കോണാക്കി ഒന്ന് പറഞ്ഞു. ടെർമിനൽ വെലോസിറ്റി ഒന്ന് പറഞ്ഞു. ആരാദ്യം പറയാൻ നോക്കാലോ. ടെർമിനൽ വെലോസിറ്റി. Terminal velocity. സ്വപ്ന പറഞ്ഞു. പോട്ടെ എല്ലാരും പോട്ടെ. Terminal velocity. പോട്ടെ എല്ലാരും പോട്ടെ. Terminal velocity. യാ ഗുഡ്. ഷെഫിനെ പറടാ. Terminal velocity. Terminal velocity. യാ വെരി ഗുഡ്. ഓക്കെ എല്ലാരും പറ. ടേം എടുത്ത് കേക്കട്ടെ. പോട്ടെ. ചില കോഴികൾ പോകുന്നുണ്ടല്ലോ. ടെർമിനൽ വെലോസിറ്റി പോട്ടെ. എല്ലാരും എവിടെ? ബാക്കിയുള്ളവരെവിടെ? നമുക്ക് 49 കുട്ടികളുണ്ട്. ടെർമിനൽ വെലോസിറ്റി. യാ വെരി ഗുഡ്. സജിലേഷ് ഗുഡ്. Terminal velocity. ഓക്കെ ഗുഡ്. ശരി, നിങ്ങൾ ഇന്നേക്കാൾ മടിയന്മാരാ. ശരി, ടെർമിനൽ വെലോസിറ്റി v is equal to g d square rho w into capital G minus 1 divided by 18 mu. ഇതിലെ ഓരോ ടേമും എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാം. ഇതിലെ പറയുന്നത് ഓക്കെ, മ്യൂ ഓരോ ടേമും പറയുന്നുണ്ട്, അതിൽ നോക്കിക്കോളൂ. ഇപ്പോ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കേട്ടോ. സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ എന്താ അറിയാം? 980 981 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണെങ്കിൽ 9.81 ആണ്. ഇവിടെ 981 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയിലെ വാല്യൂ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സൈസ്, നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട സോയിലിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ്, അതിന്റെ വലുപ്പം, അത് സെന്റിമീറ്ററിലാണ്. ഓക്കെ. റോ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതിന്റെ വാല്യൂ എത്ര? ഒന്ന് ചാറ്റ് ബോക്സ് പറയുകയോ മൈക്ക് ഓൺ ആക്കി പറയുകയോ ചെയ്തേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്? ജീപ്പ് അല്ലെ, ഗ്രാം പെർ സി സി. എത്ര അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ? വേഗം പറടാ. 1000 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. നെസ്ലി അതാണ് കറക്റ്റ് ആൻസർ. സെന്നു കറക്റ്റ് ആണ്. ശ്രീരാജ് കറക്റ്റ് ആണ്. 1 ആണ് അല്ലെ. നിങ്ങൾ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴേ 1000 അടിക്കരുത് കേട്ടോ. യൂണിറ്റ് നോക്കണേ. ഞാനിവിടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാം പെർ സി സി എന്ന് പറഞ്ഞു. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാവുമ്പോൾ 1 ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ വാല്യൂ. ഓക്കെ. അപ്പൊ അതിന്റെ വാല്യൂ, ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ വാല്യൂ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലായതുകൊണ്ട് വന്നു. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ, അത് നമുക്ക് തരണം, നമുക്കറിയില്ല. ഓക്കെ. പിന്നെ താഴെയുള്ളത് ഇക്വേഷനിലെ താഴെയുള്ള മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ് ഇൻ പോയിസ്. വിസ്കോസിറ്റി ഇൻ പോയിസ്, അതിന്റെ വാല്യൂ മിക്കവാറും അതിന്റെ വാല്യൂ വരിക 0.01 പോയിസ് ആട്ടോ. അതിന്റെ വാല്യൂ ഉണ്ടാവുക, നോട്ട് ചെയ്തോളൂ. അതിന്റെ വാല്യൂ ഉണ്ടാവുക 0.01 പോയിസ് ആണ്. വിസ്കോസിറ്റി മ്യൂ, വിസ്കോസിറ്റി ഓഫ് വാട്ടർ 0.01 പോയിസ് ആണ് കേട്ടോ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും പോയിസും പോയിസൊല്ലിയൊക്കെ അല്ലേ. അതാണ്. പിന്നെ ഇവിടെ അപ്പൊ ഇങ്ങനെ ഈ യൂണിറ്റുകളെ കൊടുത്താൽ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ടെർമിനൽ വെലോസിറ്റി ആണ്. വിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. സോറി, സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. സെന്റിമീറ്റർ പെർ മിനിറ്റ്. വിന്റെ യൂണിറ്റ് ഇവിടെ സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ് വിന്റെ യൂണിറ്റ്. ഓക്കെ ആണോ? ഇക്വേഷൻ ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിലോ നോക്കിയേ പറയൂ. കാര്യം മനസ്സിലായെങ്കിലോ നോക്കിയേ പറയൂ. ടെർമിനൽ വെലോസിറ്റി ഓക്കെ. ടെർമിനൽ വെലോസിറ്റി v is equal to g d square rho w into capital G minus 1 divided by 18 mu. അതിൽ v എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി സെന്റിമീറ്റർ പെർ മിനിറ്റ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ വാല്യൂ 981 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. d എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് ആണ്, യൂണിറ്റ് സെന്റിമീറ്റർ. റോ w പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, വാല്യൂ 1 ആണ്. പിന്നെ ക്യാപിറ്റൽ G പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് വാട്ടർ ആണ്, അതിന്റെ വാല്യൂ 0.01. യെസ്. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ അതിന് ആൻസർ പറയണം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചാൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്, എ സോയിൽ സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾ സൈസ് റേഞ്ചിങ് ഫ്രം 0.5 mm to 0.01 mm. ഒരു സോയിലിൽ പല വലുപ്പമുള്ള സോയിൽ ഉണ്ട്. അതിൽ ഏറ്റവും വലുപ്പം കൂടിയ സാധനം 0.5 mm ആണ്. ഏറ്റവും വലുപ്പം കുറഞ്ഞത് 0.01 mm ആണ്. ഇറ്റ് ഈസ് പുട്ട് ഓൺ ടു ദി സർഫസ് ഓഫ് എ സ്റ്റിൽ വാട്ടർ 5 meter ഡീപ്പ്. 5 meter ഡെപ്ത് ഉള്ള ഒരു സ്റ്റിൽ വാട്ടറിലേക്ക്, ഒരു വെള്ളത്തിലേക്ക് ഈ സോയിൽ ഇട്ടു.
നിങ്ങളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ദി കോസസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് പാർട്ടിക്കിൾ. വലിപ്പം കൂടിയ സോയിലും വലിപ്പം കുറഞ്ഞ സോയിലും സെറ്റിൽ ആവാൻ എത്ര സമയം എടുക്കും? അപ്പൊ അതിന്റെ അർത്ഥം ഇത് സെറ്റിൽ ആവാൻ ഡിഫറെന്റ് ടൈമാണ്. നിങ്ങൾ ഇക്വേഷനിലേക്ക് ശ്രദ്ധിച്ചു, എല്ലാവരും ഇക്വേഷനിലേക്ക് ശ്രദ്ധിച്ചാലും തരാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഡി സ്ക്വയർ അല്ലെ. ഇതിലെ ജി എന്ന വാല്യൂ, റോ ഡബ്ല്യൂ എന്ന വാല്യൂ, ക്യാപിറ്റൽ ജി എന്ന വാല്യൂ, ന്യൂ എന്ന സാധനമൊക്കെ കോൺസ്റ്റന്റ് ആണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്നത് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ നമ്മളെ സോയിലിന്റെ വലിപ്പം കൂടിയാല് വെലോസിറ്റി കൂടും, വേഗം സെറ്റിൽ ആവും. ഒന്നുകൂടെ പറയാം, സോയിലിന്റെ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടിയാല് അത് വേഗം സെറ്റിൽ ആവും, അതിന് വളരെ പെട്ടെന്ന് സെറ്റിൽ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനില് 0.5 എന്ന് പറയുന്ന സൈസും ഉണ്ട്, 0.01 എന്ന് പറയുന്ന സൈസും ഉണ്ട്. ഇതിൽ ഏതാണ് ആദ്യം സെറ്റിൽ ആവുക? ഒന്ന് ചാറ്റ് ബോക്സ് പറയാൻ പറ്റുമോ? 0.5 ആണോ 0.01 ആണോ ആദ്യം വെള്ളത്തിന്റെ താഴെ എത്തുക? 0.5 അല്ലെ? വലിപ്പം കൂടിയതാണ് താഴെത്തുക. അതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. വലിപ്പം കൂടിയ പെട്ടെന്ന് താഴെത്തുന്നതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. അതാണ് ടെർമിനൽ വെലോസിറ്റി അല്ലെ? അതാണ് ടെർമിനൽ വെലോസിറ്റി പറയുന്നത്, പെട്ടെന്ന് താഴെത്തും. ഓക്കെ, അപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചത് ഈ 0.5ഉം 0.01ഉം താഴെ എത്താൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചത്, സമയമാണ് ചോദിച്ചത്, ടൈം. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അസ്യൂം ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സാമ്പിൾ ഇസ് 2.66. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതേതാ? അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? ABCDFGH ഏതാ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്വേഷനിലെ ഏത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ജി അല്ലെ? ക്യാപിറ്റൽ ജി ആണ്. വെരി ഗുഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ക്യാപിറ്റൽ ജി ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 2.6 തന്നു. ഓക്കെ, ഇനി വിസ്കോസിറ്റി എന്നുണ്ട്. വിസ്കോസിറ്റി പറഞ്ഞാൽ 0.01 അല്ലെ? അതേതാ ലെറ്റർ? വിസ്കോസിറ്റി എന്ന് പറഞ്ഞ ഈ ലെറ്റർ ഏതാ? 0.01. അത് ഏത് ടേമാ വിസ്കോസിറ്റി? ഇക്വേഷനിൽ ഏത് ടേമാ? എം അല്ല, മ്യൂ അല്ലെ? മ്യൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങളോട് ചോദിച്ചത്, ഇവിടെ ഡാറ്റ ഒക്കെ തന്നതാണ് ചോദിച്ചത്, ഈ രണ്ട് പാർട്ടികളും താഴേക്ക് എത്താനുള്ള സമയമാണ് ചോദിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ആകെ ഇക്വേഷനിലുള്ള എന്താണ്? വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയിൽ നിന്ന് സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ? വെലോസിറ്റി തന്നാല് സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാം? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ചാറ്റ് ബോക്സ് പറയാൻ പറ്റുമോ? വെലോസിറ്റി തന്നു, നമുക്ക് സമയം കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ ആ വെള്ളത്തിന്റെ മുകളിൽ സോയിൽ പാർട്ടിക്കിൾ ഇട്ടു, വെള്ളത്തിന്റെ താഴെ എത്താൻ എത്ര വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം, എത്ര സ്പീഡിലാണ് പോയതെന്ന് അറിയാം. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെ? ടൈം ഇസ് ഈക്വൽ ടു അല്ലെ ഡിസ്റ്റൻസ്. വെരി ഗുഡ്. എക്സാക്ട്ലി കറക്റ്റ് ആണ് അല്ലെ? യെസ്, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? എത്ര ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്? ആ പാർട്ടിക്കിൾസ് താഴേക്ക് എത്തുമ്പോഴേക്കും എത്ര ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടോ? 5 മീറ്റർ. വളരെ കറക്റ്റ് ആണ്. നിങ്ങൾ കുട്ടികൾ കൊള്ളാലോ, ഉഷാറാണല്ലോ. നമ്മളെ കഴിഞ്ഞ തവണയൊക്കെ ഈ പ്രോബ്ലംസ് ചെയ്തപ്പോഴേ, കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഈ പ്രോബ്ലംസ് ചെയ്തപ്പോൾ കുട്ടികൾ ആൻസർ പറഞ്ഞില്ല, കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചേക്കായിരുന്നു. പക്ഷെ നിങ്ങൾ കൊള്ളാം, ഉഷാറാണ് അല്ലെ? ഒരുപാട് ജാടയാവണ്ട, നമ്മൾ പോസിറ്റീവ് പറഞ്ഞതാണ്, അത് അതേ തരത്തിൽ എടുക്കുക. ശരി, നമ്മൾ നല്ല കുട്ടികളല്ലേ, ഉഷാറാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 0.5ഉം അതുപോലെ 0.0 ഇത് രണ്ടും താഴേക്ക് എത്താൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരും ചെയ്യേണ്ട കാര്യം, ആദ്യം 0.5 mm എന്ന പാർട്ടിക്കിള് താഴേക്ക് എത്താൻ എത്ര വെലോസിറ്റിയിലാണ് താഴോട്ട് പോകുക അതൊന്ന് കണ്ടുപിടിച്ചു. എല്ലാവരും ആദ്യം അത് കണ്ടുപിടിക്കും കേട്ടോ. 0.5 mm താഴേക്ക് എത്താൻ ഞാൻ ഇക്വേഷന്റെ സ്ലൈഡ് ഇടാം. അതാണ് ഇക്വേഷന്റെ സ്ലൈഡ്. ഇതില് ഡയമീറ്റർ ഡിന്റെ വാല്യൂ ആണ് 0.5 തന്നത് അല്ലെ? അത് MM-ലാണ്. ഡി തന്നിരിക്കുന്നത് 0.5 MM-ലാണ്. നമുക്ക് വേണ്ടത് സെന്റിമീറ്റർ. എല്ലാവരും കണ്ടുപിടിച്ചേ, വെലോസിറ്റിന്റെ വാല്യൂ എല്ലാവരും കണ്ടുപിടിക്കും കേട്ടോ. വേഗം ചെയ്യും. ആദ്യം 0.5, പിന്നെ മറ്റേ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ 0.5 ആദ്യം നമ്മൾ അതിന്റെ സെന്റിമീറ്റർ ആക്കണം. സെന്റിമീറ്റർ ആക്കുമ്പോൾ 0.05 എന്നാവും അല്ലെ? 0.05 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ജിന്റെ വാല്യൂ, സ്മോൾ ജിന്റെ വാല്യൂ 981 അല്ലെ? ഇൻറ്റു ഡി സ്ക്വയർ ആണ്, ഡയമീറ്റർ സ്ക്വയർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.05 ആയി. 0.05 അതിന്റെ സ്ക്വയർ, 0.05ന്റെ സ്ക്വയർ ഇൻറ്റു റോ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആണ് അല്ലെ? പിന്നെ ഇൻറ്റു ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാല് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ക്വസ്റ്റ്യൻ 2.66 അല്ലെ? 2.66 -1 അല്ലെ?
ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു മ്യൂവിന്റെ വാല്യൂ എത്രയാണ് 0.01 അല്ലേ? ആർക്കെങ്കിലും കിട്ടിയോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, വാട്ട് ഈസ് വാല്യൂ? ഒന്ന് പറഞ്ഞേ, ഒന്ന് വേഗം ചെയ്തേ. കുട്ടികളെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ എന്റെ മൈക്ക് ഓൺ ആക്കാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞേ. ഓക്കെ. ഞാൻ മൈക്ക് ഓൺ അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ശരി. ഓക്കെ. 22.6175 എല്ലാവരും ടൈപ്പ് ചെയ്യേണ്ട വാല്യൂ. ഇതിന്റെ യൂണിറ്റ് എന്താ? അതൊക്കെ പറയാം. നമ്മൾ ഒരു സാധനം പറയുമ്പോൾ യൂണിറ്റ് വേണ്ടേ? വാട്ട് ഈസ് ദ യൂണിറ്റ്? യൂണിറ്റ് പറടാ. 22.67 യൂണിറ്റ്. സെന്റിമീറ്റർ ഇപ്പൊ സെക്കൻഡ് ആണോ? സെന്റിമീറ്റർ മിനിറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അത് നമുക്ക് ഇവിടെ കിട്ടി 22 ആ വാല്യൂ കിട്ടിയത്, അതിന്റെ യൂണിറ്റ് കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടണം? ടൈം കിട്ടണം. അപ്പൊ ടൈം കിട്ടാൻ വേണ്ടി നമുക്ക് അറിയാം, ഞാൻ ഈ സ്ലൈഡിന്റെ താഴെ നിങ്ങൾക്ക് അറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു അല്ലെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് h ഡിവൈഡ് ബൈ ടൈം അല്ലെ. ഇതിൽ നിന്ന് ടൈം ഈസ് ഈക്വൽ ടു എന്ത് വരും? h ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ് അല്ലെ. ആ ഡെപ്ത് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 5 മീറ്റർ ആണ്. പക്ഷെ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം, കാരണം എല്ലാം സെന്റിമീറ്റർ ആയിട്ട് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 500 സെന്റിമീറ്റർ വരും. 500 ഡിവൈഡ് ബൈ വെലോസിറ്റി വരും അല്ലെ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തേ എത്ര മിനിറ്റാ ഒന്ന് പറഞ്ഞേ, എത്ര മിനിറ്റ് ആവും? 500 ഡിവൈഡ് ബൈ നിങ്ങളുടെ വെലോസിറ്റി. അപ്പൊ 500 ഡിവൈഡ് ബൈ എത്ര? 22.16 അല്ലെ. ഒന്ന് ചെയ്തേ, എത്ര ഉണ്ടാവും? 22 ഡിവൈഡ് ബൈ 16 ചേടാ. 22.11 മിനിറ്റ് ശ്രീരാജ്. 22. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 22 മിനിറ്റ് എടുക്കും കേട്ടോ. അതായത് 0.5 mm എന്നുള്ള സൈസിലുള്ള, കാരണം ചെറിയ സൈസ് അല്ലേ സാധനം, ചെറുതല്ലേ. അത് താഴേക്ക് എത്താൻ ഏകദേശം അരമണിക്കൂർ കൊടുക്കും. യെസ്, ഓക്കെ. അതേപോലെ ഒക്കെ വെരി ഗുഡ്. കറക്റ്റാണ് കേട്ടോ, ചെയ്ത് കറക്റ്റാണ്. വെരി ഗുഡ്. നിങ്ങൾ അതേപോലെ മറ്റേ പാർട്ടിക്കിൾസ് ഒന്ന് ചെയ്തേ. അടുത്ത പാർട്ടിക്കിൾ എത്രയാണ്? ക്വസ്റ്റ്യനിൽ 0.01 mm ആണ് അല്ലെ. 0.01 mm. അപ്പൊ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ രണ്ടാമത്തെ ചെയ്തേ. രണ്ടാമത്തെ പാർട്ടിക്കിൾസ് എത്ര സമയം എടുക്കും നോക്കാലോ. അപ്പൊ അതിന്റെ ഡയമീറ്റർ d is equal to 0.01 mm എന്നുള്ളതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റും അല്ലെ. അപ്പൊ 0.001 mm സെന്റിമീറ്റർ ആവും അല്ലെ.
0.001 സെന്റിമീറ്റർ എന്നോ. ഒന്ന് കണ്ടുപിടിച്ചേ. ബാക്കിയൊക്കെ സെയിം ആണ്. ഒന്ന് കണ്ടുപിടിച്ചേ എത്ര വരും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും 981 ഇൻറ്റു അല്ലേ 0.001 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു 1 അല്ലേ ഇൻറ്റു 2.66 മൈനസ് 1 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 0.01 അല്ലേ. എത്ര കിട്ടുന്ന വെലോസിറ്റി ഒന്ന് പറഞ്ഞ. വെലോസിറ്റി എത്ര കിട്ടും? പറയൂ വെലോസിറ്റി എത്ര കിട്ടുന്നുണ്ട്? എന്തായാലും ചെയ്യാത്ത എളുപ്പല്ലേ? ഞാൻ ആ സ്ലൈഡിൽ ചെയ്തു തന്നല്ലോ, അതിന്റെ വാല്യൂ കിട്ടിയാൽ മതി. 981 ഇൻറ്റു 0.001 അതിന്റെ സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 2.66 മൈനസ് 1 ഡിവൈഡ് ബൈ 18 ഇൻറ്റു 0.0. ഓക്കെ, ഇവിടെ ആരാണ്? ഓക്കെ, ആനസ്ലി പറഞ്ഞല്ലേ. 9.047 ഇൻറ്റു 10⁻³ വെരി ഗുഡ്. 9.047 ഇൻറ്റു 10⁻³ ഗുഡ്. കറക്റ്റാണ്. വെലോസിറ്റി അത്രയാണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി കിട്ടി. ഇനി അതിന്റെ സമയം കണ്ടെത്തൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം കണ്ടെത്തൂ. ടൈം ഇസ് ഈക്വൽ ടു അല്ലെ ഹൈറ്റ് ഡിവൈഡ് ബൈ അതിന്റെ വെലോസിറ്റി അല്ലെ. അപ്പൊ 500 ഡിവൈഡ് ബൈ ഈ വാല്യൂ അല്ലെ. ടൈം ഇസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 9.047 ഇൻറ്റു 10⁻³ എത്ര വരും? എത്ര മിനിറ്റ് വരും നോക്കൂ. എന്താ മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യൂ, മണിക്കൂറിനെ ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യൂ. എത്ര ദിവസം എന്ന് പറയാം? ഒന്ന് ചെയ്തേ. ഇല്ല, ആർക്കും കിട്ടിയില്ല. 500 ഡിവൈഡ് ബൈ 9.047 ഇൻറ്റു 10⁻³ അപ്പൊ നമുക്ക് ഒരു വലിയൊരു വാല്യൂ കിട്ടും. അത് മിനിറ്റിലാണ് കിട്ടുക. ആ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ മണിക്കൂറിൽ കിട്ടും. അപ്പോഴും വലിയ വാല്യൂ ആണ്. നമുക്ക് വീണ്ടും ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? മണിക്കൂർ പോരാ, നമുക്ക് ദിവസം ആക്കണം. എത്ര ദിവസം കിട്ടണം? അപ്പൊ മണിക്കൂറിനെ ഡിവൈഡ് ബൈ 24 കൊണ്ട് ചെയ്യാം അല്ലെ. 24 മണിക്കൂർ എന്നല്ലോ ഒരു ദിവസം. അപ്പൊ 24 കൊണ്ട് ചെയ്താൽ ഓക്കെ നെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം എത്ര 55,266 മിനിറ്റ് കിട്ടി. അത് 921 മണിക്കൂറാണ്. അത് 38.379 ദിവസമാണ് അല്ലെ. ഏകദേശം 38 ദിവസമാണ്. വെരി ഗുഡ്. 38.37. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. യാ, കറക്റ്റ്. യെസ്, ഓക്കെ, ഗുഡ്. നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാം. നിങ്ങൾ കൊള്ളാം. മറ്റേ കുട്ടികളെ പോലെ ഒന്നല്ലട്ടോ, നിങ്ങൾ ഉഷാറാ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, യാ, ഓക്കെ. ഗുഡ്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. ഞാനിപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. സെഡിമെന്റേഷൻ അനാലിസിസ് നമ്മളിപ്പോഴും അനാലിസിസ് കംപ്ലീറ്റ് ആയില്ല. ഇതിനിപ്പോ തിയറി പറഞ്ഞിട്ടുള്ളൂ. ഇത്ര വെലോസിറ്റിയിലാണ് പോവുക, അതിലത്തെ സമയം കൊണ്ട് അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇതില് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ. സെഡിമെന്റേഷൻ അനാലിസിസ് നമുക്ക് എങ്ങനെയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ പാർട്ടിക്കിൾസും വേർതിരിച്ചറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഓരോ പാർട്ടിക്കിൾസിനും ഓരോ വെലോസിറ്റിയാണ്. അപ്പൊ വലിയ വെലോസിറ്റി ഉള്ളത്, വലിപ്പം കൂടിയ സാധനം വേഗം താഴത്തെത്തും അല്ലെ. അപ്പൊ ആദ്യം താഴത്ത് എത്തുന്ന ആൾക്കാർ വലിപ്പം കൂടിയതായിക്കാരം. ഏറ്റവും അവസാനം എത്തുന്നത് വലിപ്പം കുറഞ്ഞ ആൾക്കാരായിക്കാരം. ഇതാണ് ഇതിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലായോ? ഒന്ന് ഓക്കെ പറഞ്ഞ ചാറ്റ് ബോക്സിൽ. കാര്യം മനസ്സിലായെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞു.